അപ്പോത്തുലിന്റെ നാട്ടുകാരിക്ക് പറയുവാനുള്ളത് കേൾക്കുക. കർത്താവിനെ ഹോൾസെയിലായി കച്ചവടമടിച്ച് മുണ്ണവിശ്വാസികളെ വഞ്ചിച്ച് വചനക്കച്ചവടത്തിലൂടെ കോടീശ്വരനായ കൊട്ടാരക്കരയിലെ കുപ്രസിദ്ധ തൊണ്ടത്തൊഴിലാളി ടിനു ജോർജ് അപ്പോത്തുലിന്റെ നാട്ടുകാരി മറിയാമ്മ പറയുന്നത് കേൾക്കുക. എന്തായാലും ടിനു ജോർജിന്റെ എന്തായാലും ചാനലിൽ വന്നല്ലോ. ആ ഫ്രണ്ടിൽ നിൽക്കുന്നത് മൊത്തം കാശ് കൊടുത്തിട്ട് വരുന്ന ആൾക്കാരാണ്, എല്ലാം കൺവേർട്ടഡ് ക്രിസ്ത്യനാണ്. ഞാൻ പോയിട്ടുള്ളതാണ്. അന്നാണെങ്കിൽ മൊട്ടത്തലയായിരുന്നു. 2016 ഒരു 2-3 തവണ ടിനു പാസ്റ്ററിന്റെ പള്ളിയിൽ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നെ, അവിടെ മൊത്തവും എബവ് 50% കൺവേർട്ടഡ് ക്രിസ്ത്യൻ ആണ്. അവർക്ക് 2000 രൂപ വെച്ചൊരു മാസം കൊടുക്കുന്നുണ്ട്. കൺവേർട്ടഡ് ആയതുണ്ട്. അവരെ എല്ലാം ഓൾമോസ്റ്റ് ഫ്രണ്ടിൽ തന്നെയുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചാടിയും വന്നും അങ്ങനെ പോയവരും വന്നവരും ഒക്കെയാണ് ബാക്ക് ഇരിക്കുന്നവര്. പിന്നെ ഈ ടിനു പാസ്റ്ററിന്റെ 2 ചേട്ടന്മാര് ദുബായിൽ പാസ്റ്റർമാരായിട്ടുണ്ട്. അവര് കിഴക്കേ തെരുവ് പട്ടമല സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നും ചാടിപ്പോയവരാ. ടിനു ഏത് സമുദായക്കാരനാ? ഓർത്തഡോക്സുകാരനായിരുന്നു. ടിനു ഓർത്തഡോക്സ്, സെന്റ് ജോർജ് ഓർത്തഡോക്സ് കിഴക്കേ തെരുവ് പട്ടമല കൊട്ടാരക്കര ഭദ്രാസനത്തിന്റെ ആ പള്ളിയിൽ ഞാൻ വരാറുള്ളതാണ്. കാര്യം ഞങ്ങളത് ഓർത്തഡോക്സ് തന്നെയാണ്, സെന്റ് ജോൺസ് പടകൂട്. അപ്പം ഈ പള്ളി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വഴിതിരിയുന്നത്. അതാ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നെ. ആ പള്ളിയിൽ നിന്ന് ചാടിപ്പോയതാണ് ടിനു ജോർജ്. ആദ്യം ടിനു ജോർജ് ചാടിപ്പോയി, അതിനുശേഷം മറ്റേ 2 കള്ളന്മാരും ചാടി. അയാൾക്ക് അങ്ങനെ വലുതായിട്ടില്ല, പക്ഷെ അയാളുടെ ഭാര്യയുടെ വീട്ടുകാർ നല്ല റിച്ച് ആണ്. ഭാവന ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു 40-45 വർഷമായിട്ട് കൊട്ടാരക്കരയിലെ ഷോപ്പാണ്. അതിന്റെ മോളെയാണ് അടിച്ചുകൊണ്ട് പോയത്. 2 ചെറുക്കന്മാരും ഉണ്ട്, 2 ചെറിയ ചെറുക്കന്മാരും. അവരേത് സമുദായക്കാരായിരുന്നു? ഭാവന ബെന്തിക്കോസ്. അപ്പന്റെ മുതല് കണ്ട് മോളെ അടിച്ചോണ്ട് പോയതാ. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയാം. അപ്പന്റെ മുതലും കണ്ടിട്ട് മോളെ അടിച്ചോണ്ട് പോയതാ. അത് കഴിഞ്ഞിട്ടാണ് അപ്പൻ ബെന്തിക്കോസിലേക്ക് പിന്നെ ചേർന്ന്. ബെന്തിക്കോസിൽ നിന്ന് ആദ്യം ഒരു കിഴക്കേ തെരുവിൽ ഇങ്ങോട്ട് മാറുന്നിടത്ത് ഒരു കുഞ്ഞു പള്ളി വാടകയ്ക്ക് എടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കിട്ടിയ കാശിൽ നിന്നും ദിവസത്തിൽ കോടികൾ കിട്ടി. വെളിയിൽ നിന്ന് കിട്ടിയ കാശിലാണ് തിരുവനന്തപുരം റൂട്ടിലോട്ട് തിരിയുന്നിടത്ത് അമ്പലക്കര ബാറിന്റെ തൊട്ടടുത്തുള്ള ഒരു കുറഞ്ഞത് ഒരു 2 സെന്റിന്റെ ഉള്ളൊരു ഹാളാക്കി. അത് കഴിഞ്ഞ് ഇപ്പൊ ഒരു ഹാള് നോക്കിയാൽ മോർ ദാൻ 1 ഏക്കർ കാണും. അത് കഴിഞ്ഞിട്ട് വേറെ എവിടെയോ സ്ഥലം വാങ്ങിച്ചിട്ട് ഇപ്പൊ പള്ളി പണിയെന്ന് പറഞ്ഞല്ലോ 8 കോടിക്ക്. ആ സ്ഥലം എവിടാന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അതിന് മുമ്പേ അവിടുന്ന് എല്ലാം വിട്ടു. പിന്നെ അവിടെ പോകുന്ന ആൾക്കാര് പകല് ഈ ടിനുവിന്റെ പള്ളിയിൽ പോകും, രാത്രിക്ക് കൂടോത്രം മന്ത്രവാദം ഈ വക പരിപാടി ചെയ്യുന്നവരാ. പക്ഷെ അവിടെ ഭയങ്കര ചാട്ടവും ബഹളവും കൂവലും കയ്യടി അതുപോലെ തന്നെ എല്ലാ പ്രയറും അവിടെ വീഡിയോയിൽ റെക്കോർഡ് ആവുന്നുണ്ട്. എല്ലാം കണ്ണടച്ച് മാത്രമേ അവിടെ പ്രയർ ഉള്ളൂ. അന്നേരം അതിന്റെ ആ മീനിങ് ഓൾ ബ്ലൈൻഡ് ആണെന്ന്. നമ്മൾ അവിടെ ചെന്ന് എത്ര പേര് ഇരിക്കുന്നുണ്ടോ എല്ലാം ബ്ലൈൻഡ് ആണെന്ന്. ഞാൻ മാത്രം കണ്ണ് തുറന്നിരിക്കും. എല്ലാം കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ സിറിയൻ കത്തോലിക്ക ഓർത്തഡോക്സിലോട്ട് പോയതിന്റെ കാരണത്താല് ഞാനെല്ലാം കണ്ണ് തുറന്നിരിക്കും. എല്ലാവരും എന്നോട് പറയും കണ്ണടച്ചിരിക്കടി. പിന്നെ സഹോദരി കണ്ണടച്ച് വേണം പ്രാർത്ഥിക്കണേ. ഞാൻ പറഞ്ഞു എന്റെ കണ്ണിന് ഓക്കെയാണ്, എന്റെ കണ്ണിന് കാഴ്ചകൊണ്ടെന്ന് പറയും. പക്ഷെ അത് മൊത്തം അവിടുന്ന് വെളിയിൽ നിന്ന് കിട്ടിയ കാശ് മൊത്തം പിന്നെ ഇവര് ബ്ലൈൻഡ് ആണെന്നുണ്ട് വാങ്ങിയ കാശ. പുള്ളിക്ക് കാശ് കോടിപതിയാകുക എന്നുള്ള ഇതിൽ മാത്രമേ. പക്ഷെ വെളിയിൽ നിന്നൊക്കെ ഒത്തിരി പാസ്റ്റർമാർ വരുന്നുണ്ട്, ഒരു മോൻസി വരുന്നുണ്ട്. പിന്നെ ഓരോ തവണ ഓരോരുത്തരെയും വെളിയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നും. പിന്നെ ഒരു അഞ്ചലച്ഛൻ എന്ന് പറഞ്ഞ ഒരു കത്തോലിക്കയിലെ അച്ഛൻ ബെന്തിക്കോസ് ചേർന്നിട്ട് അവിടെ ഇടയ്ക്ക് പണ്ട് പ്രയറിന് വരുന്നുണ്ടായിരുന്നു. അതൊരു അടിപൊളി തന്നെയാണ് ടിനു പാസ്റ്ററിന്റെ. ഞായറാഴ്ചയാണ് പത്തനാപുരം കൊട്ടാരക്കര റൂട്ട് രാവിലെ 8 മണി തൊട്ട് 10 വരെ 10 മിനിറ്റിന് ബസ്സുണ്ട്. RTC അത് ചെയിൻ സർവീസ് ആണ്. 10 മിനിറ്റ് ഇടവ് 10 മണി വരെയുണ്ട്. അഞ്ചകാരി അവിടെ തുടങ്ങുന്നിടം വരേക്ക്. പിന്നെ അതുപോലെ തന്നെ തിരിച്ചും അവിടെ 1 മണി തൊട്ട് 2:30 വരെ വണ്ടിയെ കയറാൻ പറ്റത്തില്ല. തിരിച്ചിങ്ങോട്ട് ആളായിരിക്കും. മുന്നിലും പുറകിലും ഒരുപോലെ ആയിരിക്കും. ഇവൻ പ്രൈവറ്റ് ഓടുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ 5 മിനിറ്റ് വിടവ് കാണത്തില്ല. ഞങ്ങളുടെ സ്റ്റോപ്പിലൊന്നും വണ്ടി നിർത്തത്തില്ല. 8:30 ബസ്. ഹിന്ദുക്കൾ കൺവേർട്ട് ആയവരുണ്ട്. പിന്നെ മൊത്തം ഈ SC/ST കൺവേർട്ട് ആയവരാണ് കൂടുതലും. പിന്നെ ഈ അപ്പനും അമ്മയായിട്ട് തല്ലും വഴക്കം ഉണ്ടായി മക്കള് മാറിപ്പോയവരല്ല അപ്പനും അമ്മ ഇങ്ങോട്ടാ. ഏത് സമുദായങ്ങളാ കൂടുതൽ ഇവന്റെ അടുത്തോട്ട് ഈ ഇവന്റെ പൈശാചിക കൂട്ടായ്മയിലോട്ട് പോയേക്കുന്നത്? ഓർത്തഡോക്സിന്ന് കുറെ പോയിട്ടുണ്ട്. കിഴക്കേ തെരു ഓർത്തഡോക്സിന്ന് കുറച്ച് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് മർത്തോമയെന്ന് കുറെ വന്നിട്ടുണ്ട്. കിഴക്കേ തെരുവിൽ നിന്ന് ഒരു 10% വന്നിട്ടുണ്ടാവും. പിന്നെ പടിഞ്ഞാറേ തെരുവ് പള്ളിയിൽ നിന്ന് ഒരു 10% വന്നിട്ടുണ്ടാവും. പിന്നെ കുളമുടിയിൽ നിന്ന് ഒരു 5%. എല്ലാ ഓർത്തഡോക്സ് ആണ്. അത് ഒരു 5% വന്നിട്ടുണ്ടാവും. പിന്നെ പട്ടമല മർത്തോമേന്ന് ഒരു 10-20% ആൾക്കാർ വന്നിട്ടുണ്ട്. ഈ അപ്പോത്തുലിയന്റെ അവിഞ്ഞ പ്രസംഗം കേട്ട് വിളിച്ച പെന്തക്കോസ്ത് വിശ്വാസികൾ പറയുന്നത് ഇവന് പെന്തക്കോസ്ത് സഭയുമായി യാതൊരു ബന്ധവുമില്ല, ഇവന്റെ ഏതോ ഒരു സ്വയം പ്രഖ്യാപിത പൈശാചിക കൂട്ടായ്മ ആണെന്നാണ്. ഇനി ടിനു പ്ലാച്ചർ പെന്തക്കോസ്തുകാരനാണെന്ന് തെറ്റിദ്ധരിച്ച
ജോണി എന്ന വിശ്വാസിയുടെ പ്രതികരണം കേൾക്കുക. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരു ബന്ധക്കോസുകാരൻ ജനിക്കുകയോ വളരുകയോ വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ അധപ്പതനമാണ്. അന്നോ അല്ലയോ ഒന്ന് വെറുതെ ഒന്ന് നമ്മളൊന്നും ആരോടും പറയാതെ സ്വയം ഇരുന്ന് കുറച്ചു നേരം വേദോത്സവം വായിച്ചിട്ട് ഒന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തു നോക്കുക. ഈ ലോകത്തെവിടെയെങ്കിലും ഒരു ബന്ധക്കോസുകാരൻ പ്രായമായിട്ട് വെള്ളത്തിൽ മുങ്ങിയിട്ട് ദശാംശം കൊടുക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ ആ കുടുംബത്തിൻ്റെ അധപ്പതനമാണ്. അവർക്ക് ഇച്ചിരി നേട്ടമൊക്കെ ഉണ്ടാക്കും, ഇച്ചിരി തട്ടിപ്പും വെട്ടിപ്പൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്തുണ്ടെങ്കിൽ കോളേജ് തുടങ്ങും, അല്ലെങ്കിൽ സ്വത്രാഴ്ച വാങ്ങിച്ച് അടിച്ചു മാറ്റും. അവൻ്റെ കൂടെ കൂടുന്നവനെല്ലാം അവൻ്റെയൊക്കെ അധപ്പതനമാണ്. അല്ലെങ്കിൽ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കി. ഈ ബന്ധക്കോസുകാർക്കും മാർസിസ്റ്റുകാർക്കും ഉളുപ്പെന്ന് പറഞ്ഞതില്ല, ഉളുപ്പ് അതില്ലാത്തൊരു ജാതിയാണ് ഈ രണ്ട് വർഗവും. ഒരു നാണവും മാനവും അവർ തുണി എടുത്തിട്ടുണ്ടോ എന്ന് തന്നെ അവർക്ക് സംശയമായിരിക്കും. എനിക്ക് എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾക്കൊക്കെ എങ്ങനെ തോന്നിക്കാൻ അറിയാൻ വയ്യ. കുടുംബത്തിലൊരു ബന്ധക്കോസുകാരൻ ഉണ്ടാകുകയോ കൂടെ ജോലി ചെയ്യുന്നവരിൽ എവിടെയെങ്കിലും ഒരു ബന്ധക്കോസുകാരുണ്ടെങ്കിൽ, അയൽവാസികളായിട്ടൊരു ബന്ധക്കോസുകാരുണ്ടെങ്കിൽ അവൻ്റെ കട്ടപ്പുകയാണ്. അത് 100% ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും കുടുംബത്തെ കലക്കി നശിപ്പിച്ച് നാറാണക്കല്ലാക്കി ആ വന്നു കയറുന്നവൻ കോടികളോ അവൻ സുഖഭക്ഷണമായിട്ടും പെണ്ണും വ്യഭിചാരവുമായിട്ട് നടന്നു പോകും. അതെനിക്ക് 100% എനിക്കറിയാം. അത് തന്നെയാണ് നടക്കുന്നതുമെന്ന് എനിക്കറിയാം. എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്. അത് തന്നെയാണ് ലോകം മുഴുവൻ നടക്കുന്നതെന്ന് എനിക്ക് തോന്നിക്കുന്നു. അതുപോലെ ടിനു ജോർജ് അപ്പോത്തുലിൻ്റെ തരികടകൾ അറിയാവുന്ന ഇവനാൽ പറ്റിക്കപ്പെട്ട വിശ്വാസികൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. താഴെ നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളത് ജനങ്ങളെ അറിയിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.